ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഇതേ കണക്ക് 24 ന്യൂസ് ചാനൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അത് തമ്മിൽ എന്ന് പറഞ്ഞൊരു ഷോയാണ്. അതിനകത്തുണ്ടെങ്കിൽ ഡിബേറ്റ് പോലെ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് പറയാവുന്നതാണ്. അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയിലായിരുന്നു ശോഭ. അതേപോലെ ഒരുപാട് പേര് ഇതേ കണക്ക് കള്ളക്കേസിലകത്തായവർ വന്ന് അവർക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടെങ്കിൽ മനസ്സിലാവും ഈ നാട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കള്ളക്കേസുകൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. പോലീസുകാരും ആൾക്കാരും ചേർന്നിട്ടുണ്ടെങ്കിൽ പാവങ്ങളുടെ പേര് ഇല്ലാത്ത കേസ് തലയിൽ കെട്ടിവെക്കുകയും അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശോഭയുടെ കേസിലാണെങ്കിൽ ഇതേ കണക്ക് ഒരു ബിസിനസ് മാനാണ് വന്ന് പ്രപ്പോസ് ചെയ്തത്. അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന് ശേഷം ആ വൈരാഗ്യം കൊണ്ടാണ് ഇതേ കണക്കുണ്ടെങ്കിൽ കഞ്ചാവൊക്കെ ഉണ്ടെങ്കിൽ ഈ ശോഭയുടെ കടയിലുള്ള ഒരു വയസ്സായ സ്ത്രീയുടെ സഹായം ഉപയോഗിച്ച് അവ കടയിൽ കൊണ്ടുപോയി വെക്കുകയും അതിനെ തുടർന്നാണ് ശോഭയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരുണ്ട് പോലീസ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരെ വെച്ചിട്ട് ഇതേ കണക്ക് പാവങ്ങളെ നിരപരാധികളെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ പുറകെ നടന്ന് അവരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരും അങ്ങനെ തന്നെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അല്ല. പക്ഷേ എന്നാൽ പോലും ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരുപാട് പേരുടെ കയ്യിൽ നല്ല പവറും അധികാരവും ഉള്ളത് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വരുന്നത്.